ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. KCC 15-ന്റെ 5-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10 കൽപ്പനകളിലെ 7-ാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ വിശദീകരണവും സാധൂകരണവുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് പതിവ് പോലെ നമ്മുടെ ക്ലാസ് സ്ലൈഡ് ഷെയർ ചെയ്തുകൊണ്ട് ആരംഭിക്കാം. മോഷ്ടിക്കരുത് എന്ന കൽപ്പനയിൽ അന്തർലീനമായിരിക്കുന്ന യഥാർത്ഥ കൽപ്പനകൾ എന്തൊക്കെയാണ്, അതിന്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിലെ 2401 ഖണ്ഡിക ഇപ്രകാരം പറയുന്നു: ഒരുവൻ തന്റെ അയൽക്കാരന്റെ വസ്തുക്കൾ അന്യായമായി പിടിച്ചു വെക്കുകയോ എടുക്കുകയോ ചെയ്യുന്നതും. അപ്പൊ എടുക്കണമെന്നില്ല, എടുക്കണമെന്നില്ല, പിടിച്ചു വെച്ചാലും മതി. അവന്റെ വസ്തുക്കൾക്ക് ഏതെങ്കിലും വിധത്തിൽ ദ്രോഹം ചെയ്യുന്നതും മോഷ്ടിക്കരുത് എന്ന കൽപ്പന വിലക്കുന്നു. തന്റെ അയൽക്കാരന്റെ വസ്തുക്കൾ അന്യായമായി എടുക്കുക, അയാൾക്ക് സിദ്ധിക്കേണ്ടുന്ന നന്മകൾ നിഷേധിക്കുക, അയാളുടെ വസ്തുക്കൾ പിടിച്ചു വെക്കുക, ഇനി അതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹം ചെയ്യുക, ഇതൊക്കെ മോഷ്ടിക്കരുത് എന്ന വിഭാഗത്തിലാണ് വരിക. വീണ്ടും തുടരുന്നു: ഭൗമിക വസ്തുക്കളുടെയും മനുഷ്യരുടെ അധ്വാന ഫലങ്ങളുടെയും സംരക്ഷണത്തിൽ നീതിയും ഉപവിയും പുലർത്തണമെന്ന് ഇത് കൽപ്പിക്കുന്നു. ഇവിടെ ഒരു കമാൻഡ്മെന്റ് ആണ്, കൽപ്പനയാണ്. മോഷ്ടിക്കരുത് എന്നതിന്റെ വിശദീകരണമായി സഭ നമുക്ക് തരുന്ന കൽപ്പനകളിൽ ഒന്നിതാണ്: ഈ ഭൂമിയിലെ വസ്തുക്കൾ അത് പൊതുവാകാം, വ്യക്തിപരമാകാം, വ്യക്തിയുടേതാകാം. അതുപോലെ തന്നെ അത് ഭൂമിയുടേതാണ്, മനുഷ്യന്റെ അധ്വാന ഫലമല്ല എന്നിരിക്കട്ടെ. എങ്കിൽ പോലും ഇനി മനുഷ്യന്റെ അധ്വാന ഫലമാണെങ്കിൽ അതും സംരക്ഷിക്കുന്നതിൽ നീതി വേണം. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹത്തിന്റെ പേരാണ് ഉപവി. നീതിയും അത്തരത്തിലുള്ള സ്നേഹവും പുലർത്തണമെന്ന് ഇത് കൽപ്പിക്കുന്നു. ഒരു പാറയുണ്ട്, മനുഷ്യർക്ക് ഉപദ്രവമാണ് ആ പാറയെ പൊട്ടിക്കുന്നത് എന്ന് നമുക്കറിയാമെന്നിരിക്കട്ടെ. ഒരനുവാദവുമില്ലാതെ, വേണ്ടുവണ്ണം പര്യാലോചിക്കാതെ, സാഹചര്യങ്ങൾക്കും പരിസ്ഥിതി ചുറ്റുപാടുകൾക്കും പ്രതികൂലമായിക്കൊണ്ട് അത് പൊട്ടിക്കുന്നത് മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ പരിധിയിൽ വരുന്നു എന്നതിന്റെ വിശദീകരണം. ഭൗമിക വസ്തുക്കളിലെ മറ്റൊന്ന് വെള്ളമാണെന്നിരിക്കട്ടെ. പൊതുജലാശയത്തിൽ നിന്ന് എനിക്ക് മാത്രമായി ഞാൻ തിരിച്ചു വിടുകയും പൊതുജലാശയത്തിൽ ബാക്കിയുള്ളവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നീക്കുപോക്കുകൾ നടത്തുകയും ചെയ്യുന്നത് മോഷ്ടിക്കരുത് എന്നതിന്റെ കൽപ്പനയുടെ ലംഘനമാണ്. ഏതു തരത്തിലാണെങ്കിലും, അത് മനുഷ്യന്റെ അധ്വാന ഫലമാകട്ടെ, സ്വാഭാവിക പ്രകൃതിയുടെ സംഭാവനകളാകട്ടെ, അവയുടെ സംരക്ഷണത്തിലും പരിപാലനത്തിലും സാമൂഹിക നീതി പുലർത്തണം. പോരാ, മനുഷ്യരോട് ഓരോരുത്തരോടുമുള്ള സ്നേഹവും ആദരവും പുലർത്തണമെന്നും ഇത് കൽപ്പിക്കുന്നു. പോരാ, പൊതു നന്മയ്ക്ക് വേണ്ടി വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യത്തെ ആദരിക്കാനും. വസ്തുവിനൊരു പൊതു ലക്ഷ്യം ഉണ്ടാവും. ഉദാഹരണത്തിന് വെള്ളം, കുടിവെള്ളം, പിന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള വെള്ളം, അത് അതിൻ്റെ ഒരു സാർവത്രിക ലക്ഷ്യമാണ്. അതിനെ എനിക്ക് വേണ്ടി മാത്രം, അത് വേറൊരു ചെളിവെള്ളം ഒഴുക്കാൻ വേണ്ടി ഉപയോഗിക്കുക തെറ്റായ പ്രവണതയാണ്. നല്ല ശുദ്ധമായ പുഴയിലേക്ക് എൻ്റെ ഫാക്ടറിയിലെ മലിനജലം ഒഴുക്കി വിടുക തിന്മയാണത്. മോഷ്ടിക്കരുത്. അന്യന്റെ ന്യായമായ അവകാശമായിരിക്കുന്ന ശുദ്ധജലത്തെ ഞാൻ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, സ്വകാര്യ സ്വത്തിനുള്ള അവകാശത്തെ മാനിക്കാനും ഇത് ആവശ്യപ്പെടുന്നു. സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വകാര്യമായി ഒളിച്ചു വെച്ചിരിക്കുന്ന സ്വത്ത് എന്നല്ല. എനിക്ക് എൻ്റെ സ്വത്ത് ആർജിക്കാൻ, ന്യായമായ വേദിയിലൂടെ എനിക്ക് സ്വത്ത് ആർജിക്കാൻ അവകാശമുണ്ട്. എനിക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും അവനവന്റെ ജീവിതത്തിന് ആവശ്യമായ സ്വത്ത് അവനവന്റെ കഴിവ് കൊണ്ടും അവനവന്റെ ബോധ്യം കൊണ്ടും വിജ്ഞാനം കൊണ്ടും
അധ്വാന ഫലം കൊണ്ട് തീർച്ചയായിട്ടും അത് സമ്പാദിക്കാനുള്ള ന്യായമായ അവകാശം അയാൾക്കുണ്ട്. അത് പിടിച്ചു പറിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ ഒരാൾക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും, അയാളിൽ നിന്ന് പിടിച്ചു പറിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. അയാൾക്ക് ആവശ്യത്തിനുള്ള ഉണ്ടല്ലോ എന്നൊരു ന്യായമില്ല. അയാളിൽ നിന്ന് ന്യായമായി ലഭിക്കേണ്ടത് സർക്കാരിന്റെ നികുതിയാണെങ്കിൽ അത് കൊടുക്കുക. അതിനപ്പുറത്തേക്ക് അയൽവക്കംകാരന് ഇല്ല എന്ന കാരണത്താൽ എൻക്രോച്ച് ചെയ്യാൻ പറ്റില്ല. 15 ഏക്കർ സ്ഥലമുണ്ട് ഒരാൾക്ക്. ഇവിടെ അയാൾക്ക് 15 ഏക്കർ ഇല്ലേ, ഒരു 5 സെന്റ് 10 സെന്റ് ഞാനിങ്ങ് എടുത്താൽ ഇപ്പൊ എന്ത് വരാൻ പോകുന്നു? അങ്ങനെ തീരുമാനിക്കേണ്ടത് അയാളാണ്. സ്വകാര്യ സ്വത്തിന്റെ ഉടമയാണ് അത് തീരുമാനിക്കേണ്ടത്. അത്തരം ഒരു സാഹചര്യം അയാൾക്ക് ഉണ്ടാക്കാനുള്ള കടമ സമൂഹത്തിനുണ്ട്, അയാൾ വിശ്വസിക്കുന്ന മതത്തിനുണ്ട്. പക്ഷേ ഒരിക്കലും എൻക്രോച്ച് ചെയ്ത് അത്രയും സ്വകാര്യ സ്വത്ത് വളച്ചു കെട്ടിയെടുക്കാൻ ആർക്കും അവകാശമില്ല. അതിന് ന്യായമായ മാർഗങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ. വീണ്ടും, നീതി എന്ന പുണ്യത്തിനെതിരാണ് മോഷ്ടിക്കരുത് എന്ന കൽപ്പന. അപ്പൊ നമ്മൾ മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിന്റെ ആഴത്തിലേക്ക് പോകണമെങ്കിൽ നീതി എന്ന പുണ്യത്തിന്റെ വിവിധ മാനങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നീതിയുടെ നിഷേധമായ കൽപ്പനയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നീതിയെക്കുറിച്ച് നാം പഠിക്കണം. 4 മൗലിക സുഹൃതങ്ങളാണുള്ളത്, കാർഡിനൽ വെർച്യൂസ് എന്ന് നമ്മൾ പറയുന്നു. അത് വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം എന്നിവയാണ്. നീതി എന്ന മൗലിക സുഹൃതത്തിനെതിരാണ് മോഷണവും സ്വാർത്ഥതയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് എന്താണ് നീതി എന്നുള്ളതാണ്. വിശുദ്ധ തോമസ് അക്വീനാസിന്റെ നിർവചനമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിതാണ്: നീതി എന്നത് ദൈവത്തിനും അയൽക്കാരനും അർഹതപ്പെട്ടത് കൊടുക്കുവാനുള്ള നിരന്തരമായതും ഉറപ്പുള്ളതുമായ ഇച്ഛാശക്തിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ധാർമ്മിക സുഹൃതമാണ്. നീതി എന്നത് ദൈവത്തിന് ദൈവത്തിൻ്റെതായത് കൊടുക്കാൻ, അയൽക്കാരന് അവൻ അർഹതപ്പെട്ടത് കൊടുക്കാൻ, അതിനുള്ള നിരന്തരമായതും ഉറപ്പുള്ളതുമായ ഇച്ഛാശക്തിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ധാർമ്മിക സുഹൃതമാണ്. ഇച്ഛാശക്തി വേണം. ഇപ്പൊ ഞാൻ ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ട്, അത് ബലമായിട്ട് എന്നിൽ നിന്ന് എടുത്തു പോകുമ്പോൾ എനിക്ക് നീതി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്റെ നീതി എന്റെ സ്വതന്ത്രമായ ഇച്ഛയിൽ നിന്നാണ് വരേണ്ടുന്നത്. ടാക്സ് കൊടുക്കാനുള്ളത് ഞാൻ കൃത്യമായിട്ട് കൊടുക്കും, ശമ്പളം കൊടുക്കാനുള്ളത് ഞാൻ കൃത്യമായിട്ട് കൊടുക്കും, കൂലി കൊടുക്കുന്നത് ഞാൻ അത് നാട്ടിൽ നടപ്പുള്ള കൂലി കൊടുക്കും. നാട്ടിൽ നടപ്പുള്ള കൂലി ഒരു വേള ട്രേഡ് യൂണിയൻകാരൻ പിടിച്ചു മേടിച്ചെന്നിരിക്കാം. അതുകൊണ്ട് നമ്മൾ നീതിമാന്മാരാകുന്നില്ല. നീതി നിർവഹിക്കുന്നതിന് നിർബന്ധിക്കപ്പെടുന്നേ ഉള്ളൂ. അങ്ങനെ കൊടുക്കുകയും ചെയ്തു. നീതി എന്നത് ദൈവത്തിന്റെ മതാത്മക മേഖല, മതസുഹൃതം എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. ദൈവത്തിന്റെ മേഖലയിൽ അഥവാ നമ്മുടെ വിശ്വാസ മേഖലയിൽ നമുക്ക് എന്തൊക്കെയാണോ നമ്മിൽ നിന്ന് നമ്മുടെ ക്രിസ്തീയത ആവശ്യപ്പെടുന്നത്, നമ്മുടെ സഭ ആവശ്യപ്പെടുന്നത്, അതൊക്കെയും നിർവഹിക്കാനുള്ള യഥാർത്ഥമായ തയ്യാറെടുപ്പ്. പോരാ, അയൽക്കാരൻ എന്നതിന് കുറച്ചുകൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടില്ല. എന്റെ നെയ്ബർ, എന്റെ അയൽവാസി എന്ന അർത്ഥത്തിലല്ല, പ്രത്യുത ആവശ്യക്കാരൻ എന്ന അർത്ഥത്തിൽ. കർത്താവ് അയൽക്കാരൻ എന്ന ടേമിനെ നല്ല ശമരിയക്കാരന്റെ ഉപമയിലൂടെ വിശാലമാക്കി ആവശ്യക്കാരൻ എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് അതിനെ അപ്ലൈ ചെയ്തു നമുക്കറിയാം. അപ്പൊ അയൽക്കാരന് അർഹതപ്പെട്ടത് കൊടുക്കുവാനുള്ള നിരന്തരമായതും, പെട്ടെന്നൊരു തോന്നലുണ്ടായി ഒരിക്കൽ കൊടുത്തു പിന്നെ കൊടുക്കുകയില്ല എന്നുള്ളതല്ല, നിരന്തരമായതും ഉറപ്പുള്ളതുമായ, വേറെ ആരെങ്കിലും ഒരാള് നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ മനസ്സിനൊരു ചാഞ്ചല്യം തോന്നിയിട്ടോ നിർവഹിക്കപ്പെട്ടിട്ടുന്ന ഒന്നല്ല നീതി. പെട്ടെന്ന് എനിക്ക് തോന്നി, അയ്യോ പാവം, അവന് വൈകുന്നേരം വരെ പണിയെടുത്തല്ലോ, 750, 800, 1000 കൊടുത്തേക്കാം എന്നുള്ളത്, അതല്ല നീതി. അവനത് അർഹതപ്പെട്ടതാണ്, അവൻ വൈകുന്നേരം വരെ പണിയെടുത്തു, അവന്റെ നാട്ടുനടപ്പുള്ള കൂലിയായ ഇത്ര രൂപ കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് നീതി. ഇച്ഛാശക്തിയിൽ അടങ്ങിയിരിക്കുന്നതാ, മറ്റാരുടെയും നിർബന്ധപ്രകാരമല്ല, എന്റെ ആവശ്യപ്രകാരം, എന്റെ മനസാക്ഷിക്ക് അനുകൂലമായിക്കൊണ്ട്, അതിനനുസൃതമായിക്കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അതൊരു ധാർമ്മിക സുഹൃതമാണ്. അടുത്തത് എന്താണ് നീതി എന്നതിന്റെ വീണ്ടും ഉള്ള വിശദീകരണം: ഓരോരുത്തരുടെയും അവകാശങ്ങളെ മാനിക്കാനും മനുഷ്യബന്ധങ്ങളിൽ വ്യക്തികളെയും പൊതുനന്മയെയും സംബന്ധിച്ച ന്യായദീക്ഷ പോഷിപ്പിക്കുന്ന ഐക്യം സ്ഥാപിക്കാനും
അതൊരുവനെ സന്നദ്ധനാക്കുന്നു. 1807 ഖണ്ഡികയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഓരോരുത്തരുടെയും അവകാശങ്ങളെ മാനിക്കാൻ, വിദ്യാർത്ഥിക്ക് പാസ് കിട്ടാൻ, അതിന് വേറെ ആരും സമരമൊന്നും ഉണ്ടാക്കണ്ട, കണ്ടക്ടർക്ക് അത് യഥാർത്ഥത്തിലുള്ള പണം കൊടുക്കാൻ, അത് ഒരു ടിക്കറ്റിന്റെ ആളെ ടിക്കറ്റ് പറഞ്ഞു കളിപ്പിക്കാനല്ല. വളരെ സാധാരണമായ കാര്യങ്ങൾ. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ഒട്ടുമല്ല. വീണ്ടും എൻ്റെ അയൽക്കാരൻ്റെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളുള്ളവന്റെയും അവകാശത്തെ ഞാൻ മാനിക്കണം. മനുഷ്യബന്ധങ്ങളിൽ വ്യക്തികളെയും പൊതുനന്മയെയും സംബന്ധിക്കുന്ന ഐക്യം സ്ഥാപിക്കാൻ, ഐക്യമാണ് സ്ഥാപിക്കുന്നത്. ആ ഐക്യത്തിന് മലയാളത്തിലാകുമ്പോൾ ഒരു ന്യായദീക്ഷ പോഷിപ്പിക്കുന്ന ഐക്യം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ഹാർമണി ദാറ്റ് പ്രൊമോട്ട്സ് ഈക്വിറ്റി എന്നാണ്. ഓരോരുത്തരുടെയും തുല്യത ഉറപ്പിക്കുന്ന ഐക്യം, ഓരോരുത്തരുടെയും വ്യക്തിമഹത്വത്തിന്റെ തുല്യതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നീതി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വയസ്സായ ഒരാൾ വരുന്നു, അയാൾ ബസ്സിൽ വരുന്നു. വളരെ സാധാരണമായ ചില ഉദാഹരണങ്ങൾ പറയുന്നു. ആ അയാളുടെ വരവിൽ അയാൾക്കൊരു അവശതയുണ്ട്. ആ അവശതയെ തുല്യതയാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മാനുഷികമായ തുല്യതയാക്കുന്നത് എങ്ങനെയാണ്? ആ അവശത അയാളുടെ ഒരു അധോഗതിയാണെങ്കിൽ, അഥവാ താഴെയുള്ള അവസ്ഥയാണെങ്കിൽ, നമ്മളിൽ ഒരാൾ എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റിട്ട് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തുല്യനാക്കുന്നു. അപ്പൊ പറയും, അയാൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റില്ലേ, അവിടെ നിന്ന് ഇരുന്നാൽ പോരെ? അവിടെ നേരത്തെ തന്നെ ഇരുന്നിട്ടുണ്ടാവാം, അഥവാ അത്തരം ഒരു സംവിധാനം ഇല്ലാത്തിടത്തായിരിക്കാം. ഒരു വേള ഒരു ഗോവണിയിൽ കയറാൻ വേണ്ടി അയാളെ സഹായിക്കുന്നതാവാം. അവയൊക്കെയും നീതിയാണ്. ഇനി പൊതുനന്മയെ സംബന്ധിച്ച ഐക്യം നമ്മുടെ കയ്യിൽ കുറച്ച്, ഇപ്പൊ സാധാരണഗതിയിൽ നിന്നുള്ള ഒരു നീതി ലംഘനമായിട്ട് ഞാൻ ഒരു കാര്യത്തെ പറയട്ടെ. കുറച്ച് കളയാനുള്ള ചപ്പുചവറുകളുണ്ട്. ആകെ നമ്മൾ ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് അങ്ങ് നിക്ഷേപിക്കുക എന്നുള്ളത്. റോഡിലാണെങ്കിൽ വളരെ സൗകര്യം, നാളെ അടിക്കുന്നതാണല്ലോ അത് എന്നൊരു ന്യായവും. പക്ഷേ പൊതുനന്മയെ സംബന്ധിച്ച ഒരു നിലപാട് എന്താന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി നമുക്കറിയാം. അതിനു വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ബിന്നിനകത്ത് അത് നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞ ഒന്നും അത് ആവശ്യപ്പെടുന്നില്ല. അതിന്റെ അപ്പുറത്തേക്കുള്ളത് നീതി ലംഘനമാണ്. മനുഷ്യന്റെ ആരോഗ്യത്തെ നീ മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുമാണ്. പൊതുനിരത്തിൽ ഞാൻ തുപ്പിയൊഴിക്കുമ്പോഴും പൊതുനിരത്ത് എന്റേതായ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴും വ്യക്തികൾ പൊതുനന്മയെ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തികൾ തമ്മിലുള്ള ഐക്യം, പൊതുനന്മയെ സംബന്ധിച്ച് വ്യക്തികൾ തമ്മിലുള്ള ഐക്യം, ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ഈ നീതി എന്നത് അതിന്റെ പൂർണ്ണാവസ്ഥയിൽ എത്തുന്നത്. ഓരോരുത്തരുടെയും അവകാശങ്ങളെ ആദരിക്കാനും മാനിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കടമ, ഇവയൊക്കെയും നീതിയുടെ അവിഭാജ്യമായ ഘടകങ്ങളാണ്. വീണ്ടും നീതിയുമായി ബന്ധപ്പെട്ട പുണ്യങ്ങളിൽ ഒന്ന് ആദരവ് എന്നുള്ളതാണ്. ആദരവ് ആർക്ക്? മാതാപിതാക്കൾക്ക് നിശ്ചയമായും അവരത് അർഹിക്കുന്നു. അതുകൊണ്ട് അത് നിഷേധിക്കുന്നത് നീതി നിഷേധമാണ്. ബന്ധുമിത്രാദികൾക്ക് അവർ അർഹിക്കുന്ന ആദരവ് നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. ഗുരുക്കന്മാർ നിശ്ചയമായും മാതാപിതാക്കൾക്കൊപ്പം വരുന്നു എന്ന് ഭാരതീയ സംസ്കാരം നമ്മോട് പറയുന്നു. വീണ്ടും അധികാരികൾക്ക് അവർ അർഹിക്കുന്ന ആദരവ് നമ്മൾ കൊടുത്തേ തീരൂ. രാജ്യത്തിനും രാജ്യ നിയമങ്ങൾക്കും അർഹിക്കുന്ന ആദരവ് കൊടുക്കുന്നത് സാമാന്യ നീതി മാത്രമാണ്. സമൂഹത്തിലെ വിവിധ ശ്രേണികളിലുള്ളവർക്ക്, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന ആദരവ് കൊടുത്തുകൊണ്ട് മാനുഷിക ബന്ധങ്ങളിൽ നീതിയുടെ ഊഷ്മളത സ്ഥാപിക്കാനുള്ള നിശ്ചയമായും ഒരു കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നാം ഓരോരുത്തരും. വീണ്ടും രണ്ടാമത്തേത് കൃതജ്ഞത എന്ന ഗുണമാണ്. ആദ്യത്തേത് ആദരവാണെങ്കിൽ രണ്ടാമത്തേത് നീതിയുമായി ബന്ധപ്പെട്ട പുണ്യം കൃതജ്ഞത എന്നതാണ്. മറ്റുള്ളവർ ചെയ്തു തരുന്ന നന്മകൾക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കുക, തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ പ്രത്യുപകാരം ചെയ്യുക എന്നിവ ഈ കൽപ്പനയ്ക്കനുസരിച്ച് ചെയ്യേണ്ട കടമയാണ്. നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും താങ്ക്സ് പറയുന്ന ലോകത്തിലെ മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വിഭിന്നമായി എന്ത് കിട്ടിയാലും
കിട്ടിയതിന് ഒരു നന്ദി പോലും പ്രകാശിപ്പിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലും സാംസ്കാരിക പശ്ചാത്തലത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് തിരുത്തപ്പെടേണ്ടുന്ന ഒരു തെറ്റായി നമ്മുടെ മുമ്പിൽ കാണുന്നു. നന്മയ്ക്ക് വളരെ ചെറിയ തോതിലാണെങ്കിലും ഒരു താങ്ക്സ്, ഒരു നന്ദി, ഓർക്കുന്നു കേട്ടോ, വളരെ നന്ദിയുണ്ട് എന്നൊന്ന് പറയുമ്പോൾ നമ്മൾ ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കിക്കൊണ്ട് സാമൂഹിക നീതിക്ക് അടിവളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അവകാശങ്ങളുടെ നിറവേറ്റൽ, വ്യക്തിപരമായതും സാമൂഹികമായ അവകാശങ്ങളെ കുറിച്ചുള്ള അവബോധം എന്നത്തെക്കാളും ഉപരി വർത്തമാനമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ അതിന്റെ ലംഘനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരുടെ പ്രവൃത്തിയും മോഷണം തന്നെയാണ്. ന്യായമായ രീതിയിലുള്ള കൂലിയും അതുമായി ബന്ധപ്പെടുന്ന സേവന വ്യവസ്ഥകളും നിഷേധിക്കുന്നത് മാനേജ്മെന്റിന്റെ മോഷണം തന്നെയാണ്. അർഹതപ്പെടുന്ന ലീവ് നിഷേധിക്കുന്നത് തീർച്ചയായിട്ടും മോഷണം തന്നെയാണ്. വിവിധങ്ങളായ രീതിയിലുള്ള അവകാശങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള നിഷേധങ്ങൾ, അത് തൊഴിലാളി ബന്ധത്തിൽ മാത്രമല്ല. ഒരു കുഞ്ഞിന് പഠിക്കാനുള്ള അവകാശമുണ്ട്, ഒരു സ്കൂളിൽ പോകാനുള്ള അവകാശമുണ്ട്. സ്കൂളുകൾ ബലമായി അടപ്പിക്കുമ്പോൾ ഓർക്കുക, നീതി നിഷേധമാണത്. നീതിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു നീതി നിഷേധം ചെയ്യുന്നതിനുള്ള വൈരുദ്ധ്യം വേറെ കിടക്കുന്നു. അത് ഇതുവരെയും മനസ്സിലാക്കാത്ത ഒരു വൈരുദ്ധ്യമാണ്. നീതി നടപ്പിലാക്കാൻ എന്ന വ്യാജേന നമ്മൾ നീതി നിഷേധങ്ങളാണ് പലപ്പോഴും അരങ്ങേറ്റുന്നത്. ആ കുഞ്ഞിന് പഠിക്കാൻ അവകാശമുണ്ട്, ആ അധ്യാപകന് പഠിപ്പിക്കാൻ അവകാശമുണ്ട്. എന്ത് കാരണത്താലാണെങ്കിലും നടുറോട്ടിൽ ട്രാൻസ്പോർട്ട് ബസ് തടയുന്നതിനകത്ത് നീതി നിഷേധമുണ്ട്. ആ യാത്രക്കാരന് യാത്ര ചെയ്യാൻ അവകാശമുണ്ട്. ആ ഡ്രൈവർക്ക് അത് സുരക്ഷിതമായി ഓടിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ ലാഭം കിട്ടാൻ KSRTCക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിനോ അവകാശമുണ്ട്. അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി അവകാശങ്ങളെ നിഷേധിക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എന്റെ അവകാശം കിട്ടാൻ വേണ്ടി സമൂഹത്തിലെ മറ്റൊരാളുടെ അവകാശത്തെ നിഷേധിക്കുക. ഞങ്ങളുടെ അവകാശങ്ങൾ എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അവകാശങ്ങളെ എന്നേക്കുമായി അഥവാ താൽക്കാലികമായി നിഷേധിക്കുക. തീർച്ചയായും ഇത്തരത്തിലുള്ള എല്ലാ സമരാഭാസങ്ങളും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു മുതലെടുത്ത് വെച്ച് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുകയോ ചെയ്യുന്നതും അത് വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യുന്നതും എല്ലാം മോഷണവുമായി ബന്ധപ്പെട്ടതാണ്. അത് നീതിയുടെ നിഷേധവുമാണ്. അടുത്തത് സ്നേഹത്തിന്റെ കടമകൾ. അത് നീതിയേക്കാൾ ഉന്നതമാണ്, ഗൗരവപൂർണമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ, ഭാര്യാഭർത്തൃക്കന്മാർ തമ്മിലുള്ള കടമ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള കടമ, ഇവയൊക്കെ നീതിക്കും അപ്പുറത്താണ്. നീതിയിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ സ്നേഹത്തിൽ നിറവേറ്റപ്പെടേണ്ടുന്നവയാണെങ്കിൽ സ്നേഹത്തിലാണ് അത് നിറവേറ്റപ്പെടുന്നതെങ്കിൽ ഏറെ സുരഭിലമായിരിക്കും, പരിപൂർണമായിരിക്കും. എന്നാൽ നീതിയുടെ കടമകൾ എപ്പോഴും സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന്, അടിപിടി ഉണ്ടാക്കിയ ഒരാളെ ശിക്ഷിക്കുന്നു. ഒരാളോട് വാദിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവിടെ നീതിന്യായാധിപൻ അവിടെ ശിക്ഷ പറയുന്നത്. അത് നീതി നടത്താൻ വേണ്ടി മാത്രമാണ്. എന്നാൽ സ്നേഹം എന്നത് അതിനേക്കാൾ ഉന്നതമാണ്. നീതി അതിനകത്തുണ്ട്. പരിപൂർണ സ്നേഹത്തിൽ നീതി അടങ്ങിയിട്ടുണ്ട്. അപ്പോ മാതാപിതാക്കളെ സ്നേഹിക്കുകയും എന്നാൽ അവർക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് നീതി നിഷേധമാണ്. മക്കൾ എന്റേതാണെന്ന് പറയുകയും അവർക്ക് യഥാസമയം കൊടുക്കേണ്ടുന്ന സ്വത്തുക്കൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് നീതി നിഷേധമാണ്. യഥാർത്ഥത്തിൽ അവിടെ സ്നേഹമില്ല, കപട സ്നേഹമാണ് അവിടെയുള്ളത്. മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കാതെ അവരെന്റെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് ഭാവിക്കുന്നത് ശരിയല്ല. അത് കൃത്യമായ സ്നേഹമല്ല. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഭർത്താവിന് വെച്ചു കൊടുക്കുക എന്നുള്ളതല്ല ഭാര്യയുടെയും ഭർത്താവിന്റെയും നീതി. അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉന്നതമായ വിധത്തിലുള്ള സ്നേഹമാണ് അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നീതിയോട് ബന്ധപ്പെട്ട പുണ്യങ്ങളിലെ 4-മത്തത് സ്നേഹത്തിന്റെ കടമകളാണ്. യഥാർത്ഥത്തിൽ അത് നീതിയേക്കാൾ ഉന്നതമായിരിക്കുന്നതാണ്. അടുത്തത് 5-മത്തേത് നഷ്ടപരിഹാരം ചെയ്യൽ എന്നുള്ളതാണ്. നഷ്ടപരിഹാരം എന്ന് പറയുന്നത് എന്താണോ നഷ്ടപ്പെടുത്തിയത് അതിന് പരിഹാരം ചെയ്യുന്നു. അത് മനുഷ്യന് കൊടുക്കാം, അതുപോലെ തന്നെ മനുഷ്യന് കൊടുത്തേ തീരൂ, കൊടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ.
ഉദാഹരണത്തിന് ഒരാളുടെ ഒരു പ്രത്യേക ഒരു നമുക്ക് നിസ്സാരമായ ഒരു ഉദാഹരണം പറയുന്നതാണ് നല്ലത്. ഒരു ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞു, വെച്ചാൽ വിലപിടിപ്പുള്ള ഗ്ലാസ്, ഒരു 1000-1500 രൂപ വിലപിടിപ്പുള്ള ഒരു സംഗതിയാണ്. എന്തോ ഗ്ലാസിന്റെ ഉപകരണം അത് പൊട്ടിച്ചു കൊടുത്തു, നമ്മുടെ അശ്രദ്ധയോട് അത് പൊട്ടിപ്പോയി. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അത് നഷ്ടപരിഹാരം ചെയ്തു കൊടുക്കണം. എന്നാൽ ചിലതൊക്കെ വളരെ ഗൗരവതരമായ രീതിയിലുള്ള സംഗതികളായിരിക്കും, നഷ്ടപരിഹാരം ചെയ്യാൻ സാധിക്കാത്തതുമായിരിക്കാം. ഉദാഹരണത്തിന് ഒരാളെ കുറിച്ച് അപകീർത്തിപ്പെടുത്തി, പിന്നീടാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സംഗതി ഒന്നും ഇല്ലാന്ന്, അയാളുടെ മാനക്കേട് ഉണ്ടായി. അയാൾക്കാണെങ്കിൽ പിന്നെ അത് കേസ് നടത്തി അതിന്റെ നഷ്ടപരിഹാരം വാങ്ങാനുള്ള ഒരു കെൽപ്പും ഒന്നുമില്ല. ചുരുങ്ങിയ പക്ഷം അയാളുടെ മുമ്പാകെ മാപ്പ് പറയുകയും ദൈവത്തിന്റെ മുമ്പാകെ മാപ്പിരക്കുകയും ചെയ്യണം. ആരോടൊക്കെയാണോ പറഞ്ഞത് അതൊന്നും ശരിയല്ല എന്നുള്ളത് അവരോടൊന്ന് തിരിച്ചു പറയാനും ബാധ്യസ്ഥരാണ്. പിന്നെ ചിലപ്പോ ആ ആളെ മരിച്ചു കാണും. നമ്മള് ഒരാൾക്ക് ഞാനൊരു 2 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്, അയാൾക്ക് ഒരു രേഖയില്ലാതെ അയാൾ തന്നു, അയാളങ്ങ് മരിച്ചും പോയി. പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല, 8 വർഷമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. 8ാമത്തെ വർഷം ഞാൻ 2 ലക്ഷം രൂപ അയാളുടെ മാനസാന്തരപ്പെട്ടിട്ട് അയാളുടെ മക്കൾക്ക് കൊടുത്താൽ മതിയോ? ഞാൻ മേടിച്ചത് 2 ലക്ഷമാണ്, അയാൾ മരിച്ചു പോയ എന്റെ കുറ്റമാണ്. ആ 2 ലക്ഷം ഇതാ എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ആ 2 ലക്ഷം രൂപ അന്ന് മക്കൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുമായിരുന്നു, ഇപ്പോഴെങ്ങനെ ഉണ്ടാകുമായിരുന്നു? അപ്പൊ ആ ന്യായമായ പലിശയോ അല്ലെങ്കിൽ അയാൾ ബാങ്കിൽ ഇട്ടാൽ എത്ര കിട്ടുമായിരുന്നു എന്നുള്ളതോ ഒക്കെ നോക്കിയിട്ട് ന്യായമായ ഒരു നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വ്യവസ്ഥ അതിനകത്തുണ്ട്. അത് ചെയ്യാതിരിക്കുന്നത് നഷ്ടപരിഹാരം കൊടുത്തു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതിന് തക്കതായ കാരണമല്ല. വീണ്ടും ലംഘിക്കപ്പെട്ട നീതി, അവകാശം അത് തിരിച്ച് സ്ഥാപിച്ചു കൊടുക്കണമെന്നുള്ളത് ദൈവത്തിന്റെ മുമ്പിൽ ഗൗരവതരമായ ഒരു ഉത്തരവാദിത്വം. ഞാൻ അയാൾക്ക് 2 ലക്ഷം രൂപ കൊടുക്കുന്നതിന് പകരം അയാൾക്ക് 2 ലക്ഷം രൂപ അയാളുടെ പിള്ളേർക്ക് കൊടുക്കുന്നു, അതിനുശേഷം എന്റെ കർത്താവെ ഇനി വേറെ ഒരു പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 50 രൂപ 100 രൂപയോ കൊടുക്കുകയെ ഒരു ചെറിയൊരു പിന്നെ എന്തെങ്കിലും ഒരു ആഘോഷത്തിന് ഒരു സംഭാവന കൊടുക്കുകയും ചെയ്തുകൊണ്ടൊന്നും ഇത് നേരെയാകാൻ പോകുന്നില്ല. അത്രയും പൈസ കൂടെ പോയി കിട്ടി എന്നുള്ളതല്ലാതെ ആ പാപം പാപമായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നേർച്ച കാഴ്ചയും ദാനങ്ങളും ഒക്കെ ദേവാലയത്തിലേക്കും പെരുന്നാളുകൾക്കും ഒക്കെ കൊടുത്താലും നീതിയുടെ ലംഘനം അതിന് പരിഹാരമാകുന്നില്ല. നീതിയുടെ ലംഘനം നീതിയുടെ നിർവഹണം കൊണ്ടാണ് പരിഹരിക്കേണ്ടത്. എങ്ങനെയാണോ നഷ്ടപ്പെടുത്തിയത്, എപ്പോഴാണോ നഷ്ടപ്പെടുത്തിയത്, അതനുസരിച്ചിട്ട് എത്രമാത്രം ഉത്തരവാദിത്വം ഉണ്ടോ ആ നഷ്ടപ്പെടുത്തിയ കാര്യത്തിൽ, അതനുസരിച്ചിട്ട് അത് കണക്കാക്കിയിട്ട് അതനുസരിച്ചിട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു ബാധ്യത ഉണ്ട്. വീണ്ടും അടുത്തത് നീതിയുമായി ബന്ധപ്പെട്ട പുണ്യമാണ് ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്. ഈ ഭൗതിക വസ്തുക്കളിന്മേലുള്ള ഉടമസ്ഥാവകാശത്തിന് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് ഒരുത്തരുടെ അയൽവക്കക്കാരന്റെ പറമ്പിലുള്ള തേങ്ങ വേറെ ആരും എടുക്കുകയില്ല. അത് എടുത്താൽ മോഷണമാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പറമ്പ് വളച്ചു കെട്ടിയെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇനി വീണ് പോയ തേങ്ങയാണെങ്കിൽ പോലും നമ്മൾ എടുക്കുന്നത് അത് വേറെ ആരെങ്കിലും എടുക്കും, അതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും മോഷണത്തിന്റെ ആ ഗൗരവ സ്വഭാവം കുറയ്ക്കുന്നില്ല. വേറെ ആരെങ്കിലും എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, നീ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മറ്റേയാളുടെ ആത്മരക്ഷയും മറ്റേയാളുടെ നീതിബോധവും അയാൾ നോക്കിക്കോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാൻ അതെടുക്കുന്നില്ല, അതിന്റെ ഉടമസ്ഥാവകാശം എനിക്ക് അല്ല, അതുകൊണ്ട് അത് അവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ അത് സംരക്ഷിച്ചു ചുരുങ്ങിയ പക്ഷെ അയാളുടെ വേലിക്കകത്തേക്ക് ഞാൻ എറിയാനുള്ള ബാധ്യത എനിക്കുണ്ട്, കാരണം അത് അയാളുടേതാണെന്ന് എനിക്കറിയാം. റോഡിൽ കിടക്കുന്ന അയാളുടെ തേങ്ങ അയാളുടെ വേലിക്കകത്തേക്ക് എയർ വെച്ച് കൊടുക്കുക, അല്ലാതെ എന്റെ വേലിക്കകത്തേക്ക് ഞാൻ എറിയല്ല ചെയ്യേണ്ടത്. ഇത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, പേറ്റന്റ് ഉള്ളത് ബൗദ്ധികമായിട്ട് കലാപരമായിട്ട് ആത്മീയമായിട്ട് സൃഷ്ടിച്ചവയും നേടിയവയും ഉടമസ്ഥാവകാശത്തിൽ പെടുന്നു. ഉദാഹരണത്തിന് ഒരാൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നു, ആ പാട്ട് കമ്പോസ് ചെയ്ത ആ മനുഷ്യന് പ്രത്യേകിച്ച് അത് രജിസ്റ്റർ ചെയ്യാതെ ഒന്നും അറിയില്ല, റെക്കോർഡ് ചെയ്യാനൊന്നും അറിയില്ല, അല്ലെങ്കിൽ അത് അയാൾ പരിമിതമായ ചുറ്റുപാടിലാണ്. ഇതെന്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ ആധുനികമായ സംവിധാനങ്ങളിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നതിൽ ഒരർത്ഥമില്ല, അത് മോഷണത്തിന് തുല്യമാണ്. അതുപോലെ തന്നെ പിന്നെ കഥകൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ നോവലുകൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ വിവിധങ്ങളായ സംഗതികൾ ചെയ്യുമ്പോഴും ക്രിയാത്മകമായി എന്നിൽ നിന്ന് മാത്രം വരേണ്ടുന്ന സൃഷ്ടിപരത ഞാൻ മാറ്റി വെച്ചുകൊണ്ട്, അഥവാ എനിക്ക് അത് ഇല്ലാതിരിക്കെ തന്നെ ഞാൻ വേറെ ആളുടെ ഇത് മോഷ്ടിക്കുന്നു, വെറും മോഷണം മാത്രമാണത്, ഉടമസ്ഥാവകാശത്തെ മാനിക്കാത്ത പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടെ അസൈൻമെന്റുകൾക്കൊക്കെ വൻതോതിൽ മോഷണങ്ങൾ വരുന്നുണ്ട്.
എന്താണ് ഇപ്പൊ കുത്തബ് മീനാറിന്റെ ചരിത്രം എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. അതുടനെ പകർത്തി എഴുതിയിട്ട് ഞാൻ സാറിനെ കൊണ്ടുപോയി കാണിച്ച് അസൈൻമെന്റ് പൂർത്തിയാക്കുന്നതിൽ ഒരർത്ഥമില്ല. ഞാൻ മോഷ്ടിച്ചിരിക്കുന്നതാണ്, ഞാൻ പഠിച്ചിട്ടില്ലത്, ഞാൻ അതിലേക്ക് എന്റെ അധ്വാനം, പ്രയത്നം എന്നിവ നിക്ഷേപിച്ചിട്ടില്ല. എന്റെ അധ്വാനവും എന്റെ പ്രയത്നവും നിക്ഷേപിച്ചിട്ട് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്നാലും അതെന്റെ മുതലാണ്. അതേസമയം മറ്റൊരുവന്റെ അധ്വാനം, മറ്റൊരുവന്റെ പ്രയത്നം, അവന്റെ ക്ലേശം, അവന്റെ സർഗാത്മക ശക്തി, ഇവയ്ക്ക് ഞാൻ അനധികൃതമായി പങ്കുപറ്റുന്നതിന്റെ പേര് മോഷണം എന്ന് തന്നെയാണ്. ന്യായമായ ശമ്പളത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് നീതിയുമായി ബന്ധപ്പെട്ട ഒരു പുണ്യമാണ്, മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ ലംഘനവുമാണ്. ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ ശമ്പളം നൽകണമെന്നത് നീതിക്കെടുത്ത കടമയാണ്. അർഹമായ ശമ്പളം നൽകാതിരിക്കുന്നത് മോഷണം തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. കൂലിക്കാരന്റെ വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം. കൂലിക്കാരന്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. നിയമാവർത്തനം 24:15, യാക്കോബ് 5:4. ഇതിനേക്കാൾ നല്ല ഇക്കാര്യത്തെ കുറിച്ചുള്ള ഒരു നിർവചനം അസാധ്യമാണ്. ഇനി അടുത്തത് മടക്കി കൊടുക്കൽ എന്നുള്ളതാണ്. കണ്ടുകിട്ടിയ വസ്തു തിരിച്ചേൽപ്പിക്കണമോ? ഇതാണ് സംഗതി. തീർച്ചയായിട്ടും അപ്രകാരം ചെയ്യാൻ നമുക്ക് കടമയുണ്ട്. അത് അപ്രകാരം ചെയ്യാതെ മോഷ്ടിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചു കഴിഞ്ഞാൽ അത് മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ ലംഘനം തന്നെയാണ്. നമ്മുടെ കയ്യിൽ വെക്കുന്നത് മോഷണത്തിന് തുല്യമാണ്. ഒന്നുകിൽ അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന, ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അധികാരികൾക്ക് കൊടുക്കുക. ഉദാഹരണത്തിന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കളഞ്ഞു കിട്ടിയ പേഴ്സ് കൊടുക്കുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. പോലീസുകാർ അന്വേഷിക്കുന്നു, അഥവാ അവര് ലേറ്റർ ഡേറ്റിൽ ഈ നഷ്ടപ്പെട്ട ആളുകൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെയുണ്ട് എന്ന് നിങ്ങൾക്ക് ധൈര്യമായി പറയാൻ പറ്റുന്നത്. മറ്റുള്ളവരുടെയോ അവർക്ക് ആവശ്യപ്പെട്ടതായ വസ്തുക്കൾ രഹസ്യമായിട്ടാണെങ്കിൽ പോലും കൈവശം വെക്കുന്നത് മോഷണത്തിന്റെ മറ്റൊരു രൂപമാണ്. മറ്റുള്ളവരുടെയോ അവർക്ക് അവകാശപ്പെട്ടതോ ആയ വസ്തുക്കൾ രഹസ്യമായിട്ടാണെങ്കിൽ പോലും അവരറിയുന്നില്ല അവർക്ക് അങ്ങനെ ഒരു സാധനം കിട്ടുന്നുള്ളത്, ഉണ്ടെന്നുള്ളത്. ഉദാഹരണത്തിന് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരു നല്ല ഒരു വില കൂടിയ പേന തന്നുവിടുന്നു. മറ്റേയാൾക്ക് അറിയില്ല അങ്ങനെ ഒരു പേന തന്നുവിടുന്നു. സർപ്രൈസ് ആയിക്കോട്ടെ നീ തന്നുവിട്ടയാൾ വിചാരിച്ചു. പക്ഷെ തന്നുവിട്ടയാളെ സർപ്രൈസ് എടുപ്പിക്കാൻ വേണ്ടി ഞാനിത് എന്റെ പോക്കറ്റിൽ ഇട്ടാല് മറ്റേ ആളോട് പറയുന്നുമില്ല, അയാളോട്ട് അറിയുന്നുമില്ലെങ്കിൽ മോഷണത്തിന്റെ കൃത്യവും യഥാർത്ഥവുമായ ഒരു രൂപമാണ്. അത് കൈവശം വെക്കാൻ എനിക്ക് അധികാരമില്ല. അത് എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ തന്നിരിക്കുന്നതല്ല, അതിന്റെ ഉടമസ്ഥൻ തന്നിരിക്കുന്നതല്ല, ഈ ഭൂമിയിൽ എനിക്കല്ല അതിന്റെ അവകാശം. മടക്കി കൊടുക്കുക എന്നത് വളരെ പ്രാധാന്യമേറിയ സംഗതിയാണ്. പക്ഷെ അപ്പൊ ഒരു പ്രായോഗികമായ ഒരു വിഷയം ചോദിക്കട്ടെ. 1 കിലോ ചിക്കനാണ് വഴിയിൽ നിന്ന് കിട്ടിയെന്ന് ഇരിക്കട്ടെ. നമ്മുടെ വണ്ടിക്കകത്ത് നമ്മളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഒരാള് 1 കിലോ ചിക്കൻ അതിനകത്ത് വെച്ച് മറന്നു. ഇത് എങ്ങനെയോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത്. എങ്ങനെ നമുക്കത് മടക്കി കൊടുക്കാൻ പറ്റും? പെറിഷബിൾ ഗുഡ്സ്, നശിച്ചു പോകുന്ന സംഗതികൾ, അത് നശിച്ചു പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ വില അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഈ പെറിഷബിൾ ഗുഡ്സിനൊന്നും അത്രയും വിലയില്ല. പച്ചക്കറി, മീന്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പ്രൊവൈഡഡ് ഒറ്റ കാര്യമുണ്ട്, അതിന് കൃത്യമായ സംഖ്യ ആ ആള് എപ്പോഴാണോ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ അയാൾക്ക് ചെലവായ സംഖ്യ അഥവാ നമുക്ക് യുക്തമായ സംഖ്യ. യുക്തം എന്ന് പറഞ്ഞാല് ഇത് കണ്ടുകിട്ടിയതാണ് അതുകൊണ്ട് 5 രൂപ എന്നുള്ള അർത്ഥത്തിലല്ല. അയാൾക്ക് ഇനി രണ്ടാമത് വീണ്ടും അത് അക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള സംഖ്യ എത്രയാണോ അത് കൊടുക്കാനുള്ള ബാധ്യത പെറിഷബിൾ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം, നശിച്ചു പോകുന്ന സംഗതികളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ട്. സ്വാർത്ഥത മോഷണത്തിന്റെ മറ്റൊരു രൂപം. CCC 24:01 നമ്മൾ ഏറ്റവും ആദ്യം കണ്ടത്, അതിന്റെ അവസാനത്തെ വാക്ക് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ വസ്തുക്കളെ ദൈവത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും നയിക്കാൻ ക്രൈസ്തവ ജീവിതം പരിശ്രമിക്കുന്നു. മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ യഥാർത്ഥമായ ഉദ്ദേശം അതാണ്. വസ്തുക്കളെ ദൈവത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും ഉപയോഗിക്കുക. അതിനുവേണ്ടിയാണ് ഈ ലോകത്തിലെ സകല വസ്തുക്കളും തന്നിരിക്കുന്നത്. അതാണ് മോഷ്ടിക്കരുത് എന്ന കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥത എന്നത് സഹോദര സ്നേഹത്തിന് എതിരാണ്. വീണ്ടും സ്വാർത്ഥത എന്ന തലക്കെട്ടിന് കീഴിൽ നിരവധി പാപങ്ങളുണ്ട്. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ചില പൊതുവായത് ഇതാ താഴെ കൊടുക്കുന്നു.
ഒന്ന്, ദൈവവും മാനുഷിക യുക്തിയും നമ്മിൽ നിന്ന് ഉദാരത ആവശ്യപ്പെടുമ്പോൾ ഉദാരത മനസ്കത കാണിക്കുന്നതിൽ പരാജയപ്പെടുന്നത് സ്വാർത്ഥതയാണ്. ഒരു നിരാലംബനായ വ്യക്തി നിങ്ങളുടെ മുമ്പാകെ കൈനീട്ടുന്നു. അയാൾക്ക് ഒരു പണി എടുക്കാൻ കഴിയില്ല. അയാൾ വികലാംഗനുമാണ്. നിങ്ങൾക്കറിയാം അയാൾക്ക് വിശക്കുന്നുണ്ടെന്നുള്ള അയാളുടെ മുഖം നോക്കി അറിയാം. ദൈവം അയാളെ സ്നേഹിക്കാൻ യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മാനുഷികമായ യുക്തിയിൽ തന്നെയും അയാൾക്ക് പണം കൊടുത്ത് അയാളെ സഹായിക്കുക എന്നുള്ളത് കടമയാണെന്നുള്ളത് സാമാന്യ മനുഷ്യന് മനസ്സിലാകും. ഇല്ല, എനിക്ക് അതിനൊന്നും നേരമില്ല, ഞാൻ അങ്ങനെ കൊടുക്കാൻ വേണ്ടി നിയമമില്ലല്ലോ എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. വീണ്ടും ബിസിനസ്സിൽ സ്വാർത്ഥ കാരണങ്ങളാൽ ലാഭത്തിന് പകരം കൊള്ള നടത്തുന്നു. ഇത് മോഷണമാണ്. വളരെ നിസ്സാരമായ ഒരു ഉദാഹരണം പറയാം, എന്നാൽ വളരെ വ്യാപകമായി അരങ്ങേറിയത്. കോവിഡ് കാലഘട്ടത്തിൽ ഒരു മാസ്കിന്റെ വില എത്രയായി വർദ്ധിച്ചു എന്നുള്ളത് നമുക്കറിയാം. സ്വാർത്ഥമായ കാരണമാണ്. കാരണം ഇതെല്ലാവർക്കും ആവശ്യമുണ്ടെന്നറിയാം. ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ വിലയുള്ള മാസ്ക് കണ്ടുപിടിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും രൂപ മാത്രമേ വില ഉണ്ടാവൂ. ഇനി ഏറി വന്നാൽ ഒരു 10 രൂപ. അതെത്രയ്ക്കാണ് വിറ്റത് എന്നതിന് ചരിത്രം സാക്ഷി. അത് യഥാർത്ഥത്തിൽ വ്യാപകമായ രീതിയിൽ കൊള്ള അഥവാ മോഷണം നടന്ന ഒരു രംഗമാണ്. വീണ്ടും ഒരു പ്രത്യേക മനുഷ്യാവസ്ഥയിൽ എത്രമാത്രം മനുഷ്യനല്ലാതായി മാറി എന്നുള്ളത് നമുക്കറിയാം. ഒരു കുപ്പി സ്പിരിറ്റിന് ഡിസിൻഫെക്ടിഫൈ ചെയ്യാനുള്ള സ്പിരിറ്റിന് ലോകമെമ്പുമില്ലാത്ത വില, അല്ലെങ്കിൽ ഒരു കോവിഡിന്റെ സ്യൂട്ടിന് മനുഷ്യൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടിയുള്ളതാണോ എന്ന് വിശേഷിപ്പിക്കുന്ന അത്രയും ടോപ്പായിട്ടുള്ള വില എടുക്കുക. ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് സ്വാർത്ഥ കാരണങ്ങളാൽ കൊള്ളലാഭം നടത്തിക്കൊണ്ട് കാശ് സമ്പാദിക്കുന്നതിന്റെ നേർചിത്രം നമ്മൾ കണ്ടു. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുക, ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ. ഉദാഹരണത്തിന് ഒരു തീവണ്ടി വന്ന് നിൽക്കുന്നു ഒരു റെയിൽവേ സ്റ്റേഷനിൽ. അധികം ആഹാരമൊന്നുമില്ല, പഴം മാത്രമേ അവിടെ വിൽക്കുന്നവന്റെ അടുത്തുള്ളൂ. എല്ലാവരും കൂടെ പഴത്തിന് വരുന്നു. പഴം എനിക്ക് തരാമോ? ഒരു പഴം എന്ന് പറയുന്നു. പെട്ടെന്ന് പഴത്തിന്റെ വില ഒരെണ്ണത്തിന് 5 രൂപയിൽ നിന്ന് ഒരെണ്ണത്തിന് 20 രൂപയായി വർദ്ധിക്കുന്നു. കൊള്ളയാണത്. 5 രൂപയ്ക്ക് ആണ് അയാൾ വിൽക്കുന്നതെങ്കിൽ 5 രൂപയ്ക്ക് വിൽക്കുക. അതാണ് അയാളുടെ ന്യായമായ കൂലി, ലാഭവിഹിതം. അതല്ലാതെ ഡിമാൻഡ് അനുസരിച്ച് മനുഷ്യോചിതമല്ലാത്ത കാരണങ്ങൾ രീതിയിൽ വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായും സ്വാർത്ഥതയാണ്. അത് നീതിക്കെതിരാണ്. എല്ലാത്തിലും ഉപരിയായി അത് മോഷണം എന്ന കുറ്റത്തിന്റെ മോഷ്ടിക്കരുത് എന്ന നിയമത്തിന്റെ ലംഘനവുമാണ്. വീണ്ടും വ്യക്തിപരമായ നേട്ടത്തിനായി തീരുമാനങ്ങൾ എടുക്കുന്നതിന് അധികാരമുള്ളവരുടെ മേൽ നിങ്ങളുടെ അധികാരമോ നിങ്ങളുടെ സ്വാധീനമോ പ്രയോഗിക്കുന്നത് സ്വാർത്ഥതയാണ്. അധികാരമോ സ്വാധീനമോ. ഉദാഹരണത്തിന് ശുപാർശ. നല്ലൊരു കാര്യത്തിന് പരിചയമില്ലാത്ത ഒരാളെ പരിചയപ്പെടുത്തുന്നതല്ല ശുപാർശ. അർഹതപ്പെട്ട ഒരാൾക്ക് ഒരു സീറ്റ് കൊടുക്കണം, ഒരു നിയമനം കൊടുക്കണം. അതിന് പകരം ഒരർഹതയുമില്ലാത്ത നമ്മുടെ പരിചയക്കാരനാണ് അഥവാ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് എന്ന കാരണത്താല് ഇതിന് നിയമനാധികാരമുള്ളവരുടെ മേല് ഒന്നുകിൽ സ്വാധീനം, അല്ലെങ്കിൽ ഭീഷണി, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ, ഇതൊന്നും അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നത്. ഇതൊക്കെ സ്വാർത്ഥതയാണ്. മോഷ്ടിക്കരുത്. എന്താ അയാൾ മോഷ്ടിച്ചത്? അയാൾ പച്ചയായ മോഷണം നടത്തി. ഒരു മനുഷ്യന്റെ ജീവിതമാണ് മോഷ്ടിച്ചു കളഞ്ഞത്. ആ ജോലി അർഹതപ്പെട്ടവന് കിട്ടുകയായിരുന്നെങ്കിൽ അയാൾക്ക് പുലർത്താമായിരുന്ന കുടുംബത്തിന്റെ സുരക്ഷയാണ് നമ്മൾ മോഷ്ടിച്ചത്. വീണ്ടും ഒരു സാമൂഹികമായ നീതിയാണ് നമ്മൾ ലംഘിച്ചത്. അങ്ങനെ വലിയ ഇനി അങ്ങോട്ടുള്ള ഒരു ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊണ്ടത്. അത് തെറ്റായ രീതിയിലുള്ള നിലപാടുകളാണ്. പ്രത്യേകിച്ച് ആ തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ദോഷകരമാകുമ്പോൾ നമ്മൾ വിശദീകരിച്ചു. അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കേണ്ടുന്ന ജോലി അർഹതയില്ലാത്തവന് കൊടുക്കണം എന്ന് പറയുമ്പോൾ, കിട്ടേണ്ടുന്ന ഒരു സംഗതി അത് കൂടുതൽ കിട്ടണം എന്ന് പറയുമ്പോൾ, കൊടുക്കേണ്ടുന്ന ഒരു സംഗതി തടഞ്ഞു വെക്കുമ്പോൾ എല്ലാം നമ്മളെ സ്വാർത്ഥതയാണ് അവിടെ നടമാടുന്നത്. വീണ്ടും നിങ്ങളുടെ തൊഴിലുടമയിൽ നിന്നോ നിങ്ങളുടേതല്ലാത്ത മറ്റൊരു സ്ഥാപനത്തിൽ നിന്നോ ഉള്ള സാധനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് സ്വാർത്ഥതയാണ്, മോഷണമാണ്. തൊഴിലുടമയിൽ നിന്ന്
സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പോവുക. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ സ്ഥാപനത്തിലായിരിക്കും. ആ സ്ഥാപനത്തിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം പുറത്ത് ഉപകാരമുള്ളതാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോരുന്ന വഴിക്ക് എല്ലാ ദിവസവും 2 വെച്ച് കൊണ്ടുവരിക, എന്നിട്ട് അത് മറിച്ച് വിൽക്കുക. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് ചെയ്യാമല്ലോ എന്ന് പറയരുത്. അത് മോഷണമാണ്. വീണ്ടും നിങ്ങളുടേതല്ലാത്ത മറ്റൊരു സ്ഥാപനത്തിൽ നിന്നോ ഉള്ള സാധനങ്ങൾ, ഉദാഹരണത്തിന് റെയിൽവേയിൽ യാത്ര ചെയ്യാണ്, അപ്പോഴാണ് നമ്മൾ അതിനകത്ത് ഒരു റെയിൽവേയിൽ ഒരു ഫാൻ കണ്ടത്, അത് അടിച്ചു മാറ്റുന്നത് നിശ്ചയമായിട്ടും അത് മോഷണമാണ്. വീണ്ടും സാധനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് സ്വാർത്ഥതയാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോ ഓഫീസിൽ കൃത്യം 10 മുതൽ 5 വരെയാണ് ഇരിക്കുന്നത്. 5 മണി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചീട്ട് കളിക്കാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ അവിടെ ഇരുന്നു. അവിടെയുള്ള AC എല്ലാം ഓൺ ചെയ്തു. തീർച്ചയായിട്ടും അത് മോഷണമാണ്. കാരണം ആ AC ഉപയോഗിക്കേണ്ടത് ജോലി എടുക്കാൻ വേണ്ടി ജോലിക്കാർ ജോലി സമയത്താണ് വേണ്ടത്, ചീട്ട് കളിക്കാൻ വേണ്ടി അല്ല. എൻ്റെ സ്ഥാപനമാണ്, ഞാനാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചു നേരം കൂടെ എനിക്ക് ഇരിക്കാം, രാത്രി 10 മണി വരെ ഇരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മോഷണം തന്നെയാണ്. വീണ്ടും അശ്രദ്ധമായോ മോശമായോ ജോലി ചെയ്യുന്നത് സ്വാർത്ഥതയാണ്, അത് മോഷണമാണ്. കേട്ടോ, മോഷണത്തിന്റെ വിവിധ തലങ്ങൾ അങ്ങോട്ട് വർദ്ധിച്ചു വരികയാണ്, വിശാലമായി വരികയാണ്. ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകന്റെ പണി എടുക്കണം, അധ്യാപകന്റെ പണി എടുക്കുക തന്നെ വേണം. വിദ്യാർത്ഥിയാണെങ്കിൽ അവന്റെ പണി എടുക്കണം. ഒരു ബാങ്കർ ആണെങ്കിൽ അലസമായിട്ടിരിക്കാതെ ബാങ്കിങ് നടത്തണം. ഒരു കൃഷിക്കാരനാണെങ്കിൽ, ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ വൃത്തിയായിട്ട് ജോലി എടുക്കണം. കപ്പക്കൂടം വെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോ ചെറുതായിട്ടൊരു വണ്ടി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക. നമ്മൾ പറയാറുണ്ട് കള്ളപ്പണി എടുക്കുക എന്നുള്ളത്. ഈ കള്ളപ്പണികൾ എല്ലായിടത്തും ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യണം. 10 മണിക്ക് വരേണ്ടവൻ 10 മണിക്ക് തന്നെ വരണം. 10:10 വരുന്നത് 10 മിനിറ്റിന്റെ മോഷണം തന്നെയാണ്. 5 മണിക്ക് പോകേണ്ടവൻ 4:15 പോകുന്നത് 3/4 മണിക്കൂർ നേരത്തെ കൂലിയുടെ മോഷണം തന്നെയാ ചെയ്യുന്നത്, യാതൊരു സംശയമാണ്. വീണ്ടും ജോലി സമയം പാഴാക്കുന്നത് സ്വാർത്ഥതയാണ്, മോഷണമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് കൈയും കാലും കഴച്ചു, എന്നാ പിന്നെ ഒന്ന് കാര്യം ചെയ്തേക്കാം, യൂട്യൂബിൽ ഇന്നത് കണ്ടേക്കാം, അല്ലെങ്കിൽ ഇന്ന ആപ്പിൽ ഇന്നതൊന്ന് നോക്കിയേക്കാം, എല്ലാരും കൂടെ ഒന്ന് വിശ്രമിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ആ വിശ്രമം ഉണ്ടല്ലോ, മതിയായ രീതിയിലുള്ള സമയത്ത് കൃത്യമായ രീതിയിലുള്ള വിശ്രമമാണെങ്കിൽ അതിന് ഒരു നിയമലംഘനവുമില്ല നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത്. അല്ലാതെ നമുക്ക് വിധിക്കപ്പെടാത്തതും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതുമായ സമയത്തില് നമ്മൾ ആ ജോലി അല്ലാതെ മറ്റേത് ജോലി എടുക്കുന്നതും വിശ്രമിക്കുന്നതും കുറ്റകരമായ സംഗതിയാണ്. വിശ്രമം കുറ്റകരമാകുന്നത് അത് വിശ്രമത്തിന് വേണ്ടിയുള്ള വിധിക്കപ്പെട്ട സമയത്ത് വിധിക്കപ്പെട്ട തരത്തിലുള്ള വിശ്രമം അല്ലാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. വളരെ കൃത്യമായി ജോലി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സമയത്തെല്ലാം നമ്മൾ കൃത്യമായി ജോലി എടുക്കുക തന്നെ ചെയ്യണം. ജോലിയിൽ അലസ സ്വഭാവം കാണിക്കുക, ജോലിയിൽ മനഃപൂർവ്വം ഉഴപ്പുക, ജോലിക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക, ജോലിക്കാരുമായി മറ്റു ജോലിക്കാരുമായും ഇടപാടുകാരുമായും കൂടുതൽ നന്നായി പെരുമാറുന്ന തരത്തിൽ അല്ലാതെ ഇരിക്കുക, അതായത് അശ്രദ്ധമായി പെരുമാറുക, തെറ്റായ രീതിയിലുള്ള അഥവാ ശ്രദ്ധ കുറഞ്ഞ രീതിയിലുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശേഖരിക്കുകയോ ചെയ്യുക, ഇതെല്ലാം മോഷണത്തിന് തുല്യമാണ്. ആത്മാർത്ഥവും സത്യസന്ധവുമായ ഒരു പെരുമാറ്റവും ജീവിത ശൈലിയുമാണ് നീതിയുടെ ജീവിത ശൈലി. അതിനപ്പുറത്തേക്കുള്ളതെല്ലാം നീതി നിഷേധമാണ്, സ്വാർത്ഥതയാണ്, മോഷ്ടിക്കരുത് എന്ന കുറ്റത്തിന്റെ ലംഘനവുമാണ്. വീണ്ടും മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ ലംഘനവുമാണ്. വീണ്ടും നികുതി തട്ടിപ്പ് മോഷണമാണ്. സർക്കാരിന് സീസറിൻ്റെത് സീസറിനും ദൈവത്തിൻ്റെത് ദൈവത്തിനും, യാതൊരു സംശയവും വേണ്ട. ഏത് വിധത്തിലെങ്കിലും ഞാൻ നികുതി വെട്ടിച്ചാല് അത് മോഷണം തന്നെയാണ്. വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതും അത് കൃത്രിമമായി ഉപയോഗിക്കുന്നതും മോഷണം തന്നെയാണ്. വ്യക്തികൾ തമ്മിലോ ധനകാര്യ സ്ഥാപനങ്ങളുമായോ സർക്കാരുമായോ ഉള്ള നിയമാനുസൃതമായ കരാറിന്റെ മനഃപൂർവ്വവും ന്യായരഹിതവുമായ ലംഘനം മോഷണമാണ്. അതായത് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നീതികേടാണ്. എന്നാൽ സർക്കാരുമായിട്ട് ചെയ്യുന്ന അത് കുഴപ്പമൊന്നുമില്ല, സർക്കാരിന്റെ അല്ലേ, ബാങ്ക് അല്ലേ, അത് അടയ്ക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. ബാങ്ക് ആകട്ടെ, മറ്റ് സ്ഥാപനങ്ങളാകട്ടെ, സർക്കാരാകട്ടെ, ധനകാര്യ സ്ഥാപനങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, തമ്മിൽ കരാറേറ്റാൽ അതിന്റെ മനഃപൂർവ്വവും ന്യായരഹിതവുമായ ലംഘനം സാധിക്കാതെ വന്നു, അത് മനസ്സിലാക്കാം.
ഒരു മനുഷ്യന്റെ പരിമിതിക്ക് അപ്പുറത്തേക്ക് ചെയ്യാൻ ഒരിക്കലും നീതി നമ്മളെ നിർബന്ധിക്കുന്നില്ല. സാധിക്കാതെ വന്നെങ്കിൽ ഒക്കെ ന്യായീകരണമുണ്ട്. പക്ഷെ സാധിക്കും, എനിക്ക് മനസ്സില്ല. കാരണം എന്നെക്കാളും പ്രതാപിയല്ല അപ്പുറത്ത് നിൽക്കുന്നയാള്. എന്നെ നിയമം പഠിപ്പിക്കാൻ അയാൾക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ സാധിക്കില്ല, എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് ന്യായരഹിതമാണ്, മനഃപൂർവമാണ്. കരാറുകൾ അപ്രകാരം ലംഘിക്കുന്നത് മോഷണത്തിന് തുല്യമാണ്. വീണ്ടും വ്യാജ വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതും മോഷണമാണ്. ഹാക്കിംഗ് മോഷണമാണ്. ഈ കള്ള ഐഡികളിൽ നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ സൃഷ്ടിക്കുന്നത് മോഷണമാണ്. വീണ്ടും കോപ്പിറൈറ്റ് മറികടക്കുന്നത് മോഷണമാണ്. കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ, ഒരാൾക്ക് പകർപ്പവകാശം ഉണ്ടെങ്കിൽ, അത് കലയാകട്ടെ, മറ്റെന്തെങ്കിലും സംഗതികളാവട്ടെ, വിവിധ രൂപങ്ങളിലുള്ള സർഗാത്മക സൃഷ്ടികളാവട്ടെ, ഏത് തന്നെയായിരുന്നാലും കോപ്പിറൈറ്റ് മറികടക്കുന്നത് മോഷണമാണ്. വ്യാജ പകർപ്പുകൾ ഉപയോഗിക്കുന്നത്, പൈറേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത് മോഷണമാണ്. വീണ്ടും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കൃത്രിമത്വം കാണിക്കുന്നത് മോഷണമാണ്. നമ്മൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. വീണ്ടും പാഴ്ചെലവ്, അമിതമായ ചെലവ് എന്നുള്ളവ മോഷണമാണ്. ഓഫീസിൽ നിന്ന് ഒരു കാര്യത്തിന് വിട്ടു, യഥാർത്ഥത്തിൽ 50 രൂപയ്ക്ക് പോകാം, 25 രൂപ അങ്ങോട്ടും 25 രൂപ ഇങ്ങോട്ടും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 30 രൂപ അങ്ങോട്ടും 30 രൂപ ഇങ്ങോട്ടും. മിനിമം ചാർജ് ഓട്ടോയ്ക്ക് 30 രൂപയാണല്ലോ. അതിന് പകരം ടാക്സി വിളിച്ചു പോകുന്നത്, ആരും ചോദിക്കാനില്ലാത്തതുകൊണ്ട്. എന്നാൽ പിന്നെ 300, 600 റുപ്യ. എന്നിട്ട് അത് വേറെ എഴുതിയെടുക്കുന്നൊന്നുമില്ല, പകരം അത് ആ പൈസ അയാൾക്കും കൊടുക്കുക ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇതിന് പോകാമല്ലോ. പക്ഷേ നിങ്ങൾക്ക് പോകാൻ ഒരു ഓൾട്ടർനേറ്റീവ് ബെസ്റ്റ് സോഴ്സ് ഉണ്ടായിരുന്നിട്ട് പോലും നമ്മളത് അവരുടെ ഞാനല്ല മുടക്കുന്നത് എന്ന കാരണത്താൽ കൂടുതൽ മുടക്കിയാൽ നിശ്ചയമായിട്ടും അത് മോഷണത്തിന്റെ പരിധി വിടും. മനഃപൂർവ്വം പൊതുമുതൽ നശിപ്പിക്കുന്നത് സ്വാർത്ഥതയാണ്, അതിന് വിശദീകരണം ആവശ്യമില്ല. ഗെയിമുകളിൽ വഞ്ചന, അമിതമായ ചൂതാട്ടം, വഞ്ചന വഴി ലാഭം നേടുന്നത് മോഷണമാണ്, പാപമാണ്. അതിനും വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. വീണ്ടും വ്യക്തികളെ വാങ്ങുകയും വിൽക്കുകയും, അടിമത്തം, മനുഷ്യ മഹത്വത്തിന് എതിരായ പാപം മാത്രമല്ല, സ്വാർത്ഥമായ രീതിയിൽ പെരുമാറാൻ പാടില്ലാത്ത ഒരു മോഷണമാണ്. മനുഷ്യൻ എന്ന അതുല്യനായ സൃഷ്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം എന്നത് മോഷണം എന്ന കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നു. വീണ്ടും അവയവ കച്ചവടം, അത് നീതിക്കെതിരായ വാദകമാണ്. മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ നഗ്നമായ ലംഘനമാണ്. ഓർഗൻ ട്രേഡ്, അവയവ കച്ചവടം എന്നത് ഇന്ന് വ്യാപകമായ രീതിയിൽ ഉണ്ടായിരിക്കുന്നതും ഏറ്റവും കൂടുതൽ പണമൊഴുകുന്നതുമായ ഒരു കുറ്റകൃത്യത്തിന്റെ മേഖലയാണ്. തീർച്ചയായും അവ മോഷ്ടിക്കരുത് എന്ന മനുഷ്യ മഹത്വത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ നഗ്നമായ ലംഘനമാണ്. വീണ്ടും മയക്കുമരുന്ന് വ്യാപാരം, പണം വെളുപ്പിക്കൽ, അതായത് കരിമ്പണം, ബ്ലാക്ക് മണി എന്നത് വൈറ്റ് മണി ആക്കുക, കള്ളക്കടത്ത്, ആയുധ വ്യാപാരം, ഗുണ്ടായിസം, ഭീഷണി, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കുറ്റകൃത്യങ്ങൾ നീതിക്കെതിരായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇവയെല്ലാം മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ ലംഘനമാണ്. മോഷ്ടിക്കരുത് എന്ന കൽപ്പന ഏതെങ്കിലും ഒരു സംഗതി കട്ടെടുക്കരുത് എന്ന ചെറിയ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഇപ്പൊ വളർന്ന് വികസിച്ച് വിശാലമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന, വർത്തമാനകാല ജീവിതത്തിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുന്ന ഒരു ദൈവത്തിന്റെ കൽപ്പനയായി, 7ാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. തീർച്ചയായും അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 119:9, 119:1. നമ്മുടെ ഹൃദയം അങ്ങോട്ട് നമുക്ക് ചേർത്ത് വെക്കാം. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവ്വം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു, കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ യഥാർത്ഥത്തിലുള്ള പ്രായോഗിക രൂപം ഇതാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ ഈ 7ാം പ്രമാണത്തിന്റെ ലംഘനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി വരും. കാരണം
ദൈവത്തിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്. അത് എപ്പോഴും ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതും സഹോദര സ്നേഹത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതുമാണ്. നിശ്ചയമായിട്ടും നീതിപൂർവകമായ ഒരു ജീവിതം നയിക്കാൻ ദൈവകൽപ്പനയിൽ ശ്രദ്ധാലുവായിരിക്കുന്ന ഒരു യുവാവിന്, ഒരു മനുഷ്യന് സാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നീതിയുടെ ദർപ്പണമായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മ എല്ലാ കാലത്തും നീതിയിൽ മാത്രം നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉപസംഹരിക്കാം. ഇവിടെ ACC 15-ന്റെ 5-ാമത്തെ ക്ലാസ് മോഷ്ടിക്കരുത് എന്ന 7-ാം പ്രമാണത്തെ കുറിച്ചുള്ള ക്ലാസ് പൂർണ്ണമാകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.